ഇപ്പോൾ ശ്രീ ആർ വി ബാബു ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, പക്ഷേ ഈ വിഷയത്തിൽ ബി.ജെ.പി. പോലും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. ബിഷപ്പുമാരെ സ്വാന്തനിപ്പിക്കാൻ വേണ്ടി അരമനകളിലേക്ക് പോവുകയാണ് ബി.ജെ.പിയുടെ നേതാക്കൾ. അതാണല്ലോ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കണ്ടത്. അതിരൂപത ആസ്ഥാനത്തെത്തി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് ആർച്ച് ബിഷപ്പിനെ കണ്ടതും അതിനുശേഷം പ്രതികരണം നടത്തിയതും കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന്. അതേസമയത്താണ് നിങ്ങൾ പറയുന്നത് കേരളത്തിലും മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കണമെന്ന്. പാംപ്ലാനിയുടെ വാക്കുകളെ നിങ്ങൾ തള്ളിക്കളയുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. ബി.ജെ.പിയുടെ നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രശ്നമാക്കുന്നില്ല. ബി.ജെ.പിയുടെ നിലപാട് പറയുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നിലപാടുണ്ട് ഈ വിഷയത്തിൽ. കാരണം മതപരിവർത്തനം, മതഭീകരവാദം ഇത്തരം വിഷയങ്ങളിൽ ബി.ജെ.പിയുടെ നിലപാടുണ്ടാവും, ഹിന്ദു ഐക്യവേദിയുടെ നിലപാടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലൊട്ടാകെ ഇത്തരത്തില് 11ഓളം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇന്ന് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ദീപക് ബിജു അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ ഛത്തീസ്ഗഡിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് ശരിയായ നിലപാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്തരം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം വ്യാപകമായി നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണ്. പിന്നീട് അത് ബി.ജെ.പി. സർക്കാരുകളും ഏറ്റുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇത് കോൺഗ്രസ് സർക്കാർ തന്നെ കൊണ്ടുവന്നതാണ് 1967 ഛത്തീസ്ഗഡിൽ. പക്ഷെ അതിനെ ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ കന്യാസ്ത്രീകളെ ഈ ബജ്രംഗ് ദൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അവർ മതപരിവർത്തനത്തിന് വന്നതാണ് എന്നതിന്റെ തെളിവുകളില്ലാതെ വെറുതെ അവരെ പിടിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അമിത്ഷാ തന്നെ പറയുന്നത് ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കുകയില്ല ജാമ്യാപേക്ഷയെ എന്ന്. അങ്ങനെ വരുമ്പോൾ വെറുതെ 7 ദിവസമായി ആ കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ മതപരിവർത്തന നിരോധന നിയമത്തെ എതിർക്കാൻ പറ്റുകയില്ല. കാരണം അവർ തന്നെയാണ് അത് നടപ്പിലാക്കിയതും അത് വേണമെന്ന് തന്നെ അവർ പറയുന്നുമുണ്ട്, അത് അത്യാവശ്യമാണെന്ന്. പക്ഷേ ഈ വിഷയം അതല്ല. അതിന്റെ പേരിൽ കന്യാസ്ത്രീകളെയും പൗരോഹിത്യ വേഷമണിയുന്നവരെയും ജയിലിൽ ഇടുകയാണ് സംഘപരിവാർ സംഘടനകൾ. അതാണ് സംഭവിച്ചത്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. മഞ്ജുഷേ, ഇപ്പോ നിലവിൽ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത് 2 വകുപ്പുകൾ അനുസരിച്ചിട്ടാണ്. ഒന്ന് മതപരിവർത്തന നിരോധനത്തിന്റെ വകുപ്പ്, രണ്ടാമത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ വകുപ്പ്. 2013 ആ വകുപ്പ് ആണ് ഇതിനകത്ത് NIA പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 2013 ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ആ നിയമമാണ് NIA പരിധിയിലേക്ക് ഈ കേസിനെ കൊണ്ടുവന്നിട്ടെന്നുള്ളത് യാഥാർത്ഥ്യം നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? പക്ഷെ അവിടെ മൊഴിയും വെളിയിൽ വന്നത് കേട്ടില്ല. പെൺകുട്ടികൾ പറയുന്നത് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം. അത് മാത്രമല്ല അവരുടെ ബന്ധുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കുറച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ വന്നപ്പോൾ അവർ ഒച്ചയെടുത്തത് കൊണ്ട് അവരെ പിണക്കാൻ കഴിയില്ല, പിണക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാകും പോലീസിന്. അതുകൊണ്ട് മാത്രം എടുത്തൊരു കേസ് എന്ന രീതിയിലാണ് ശ്രീ ആർ വി ബാബു ആ രീതിയിലേക്ക് പോകുന്നു എന്നതിന് ഒരു ഉദാഹരണം കൂടിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറയുകയാണത്. അങ്ങനെ ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ത് ഉറപ്പ് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരും ആകട്ടെ, ഈ വിഷയത്തിന്റെ മെറിറ്റാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കേസെടുത്തത് എന്നുള്ളതൊക്കെ കോടതിയിൽ പറയട്ടെ, കോടതിയിൽ തെളിയട്ടെ. ഞാൻ പറയുന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ആ നിയമം നിങ്ങൾ കാണാതെ പോകുന്നത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞു അവരുടെ ഇഷ്ടപ്രകാരം പോയതാണെന്ന്. ആ നിയമം അങ്ങനെയല്ലെന്ന്. അവരുടെ ഇഷ്ടപ്രകാരം അവർ സ്വന്തം നിലയ്ക്ക് പോയി എന്നുള്ളത് നിയമാനുസൃതം തെറ്റാണ്. അവിടെ അങ്ങനെ ജോലിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ കൃത്യമായ മാർഗരേഖകളുണ്ട്. ആ മാർഗരേഖ പാലിക്കാത്തതിനാലാണ് ആ വകുപ്പ് ഇവിടെ നമുക്കില്ല. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ല, നിയമമില്ല. പക്ഷെ ഛത്തീസ്ഗഡിൽ ഉണ്ടെന്ന് നിങ്ങൾ എന്തിനാണ് അത് കാണാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ആ കാര്യം മൂടി വെക്കുന്നത്? ആ കാര്യമാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം. മതം മാറ്റം രണ്ടാമത്തെ കാര്യമായിട്ടാണ്. ശരി, നമുക്ക് മതം മാറ്റത്തിലേക്ക് തന്നെ വരാം. നിങ്ങളിപ്പോൾ പറയുന്നത് പാംപ്ലാനിക്കെതിരെ അതിരൂക്ഷമായിട്ടാണല്ലോ. താങ്കൾ തന്നെയാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ബിഷപ്പ് പാംപ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം, 11 സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന മതപരിവർത്തന നിയമം പിൻവലിക്കണമെന്ന പാംപ്ലാനിയുടെ ആവശ്യം അതിമോഹം മാത്രമാണ്. ക്രൈസ്തവ സഭകൾ ഈ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് രാജ്യത്ത് പാവപ്പെട്ട ഹിന്ദുക്കളെ യഥേഷ്ടം മതം മാറ്റാനുള്ള ഉദ്ദേശ്യത്തോടു കൂടിയാണ്. ഇതാണല്ലോ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. അപ്പോൾ ഖർവാപ്പസി നടക്കുന്നതിന് കുഴപ്പമില്ലേ? ഖർവാപ്പസി നടക്കുന്നത് എങ്ങനെയാണ്? മതം മാറ്റം നടക്കുമ്പോൾ തിരിച്ചു മതം മാറ്റുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണെന്നേ. അവരുടെ മതം മാറ്റം നിർത്തട്ടെ.
അല്ല, അത് മതം മാറിയവരെ തിരിച്ച് മതം മാറ്റിയതാണെന്ന് തെളിവുണ്ടോ അതിന് ആവി ബാബു? ഈ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കൂ, ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കൂ, അവർ സ്വമേധയാ മതം മാറിയതാണോ, നിർബന്ധിച്ച് മതം മാറ്റിയതാണോ, അവർ പഴയ ആൾക്കാര് അവരുടെ മൂലധർമ്മം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കൂ. അങ്ങനെ അല്ലാത്തൊരു കേസ് നിങ്ങൾ വ്യക്തമാക്കൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ഛത്തീസ്ഗഡിൽ വന്ന പെൺകുട്ടികളും അവരുടെ ബന്ധുക്കളും പറയുന്നുണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന്. അല്ല, അങ്ങനെ അവർ ക്രിസ്ത്യാനികളാണ് എന്ന് അവർ പറഞ്ഞോട്ടെ. ഛത്തീസ്ഗഡിലെ ഒരു നിയമമുണ്ട് മതം മാറാനായിട്ട്. അതിന് പ്രൊസീജിയർ ഉണ്ട്. മതം മാറുന്നതിന് മുമ്പ് എടുക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കുക, അങ്ങനെയുള്ള ആ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഈ മതമാറ്റത്തിൽ? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കബീലുണ്ട്. അതിനു മുൻപ് NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് കന്യാസ്ത്രീകൾ. അതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. ഫാദർ ഫിലിപ്പ് കബീൽ കൂടി ചേരുന്നുണ്ട്. ഫാദർ ഫിലിപ്പ് കബീൽ, മാർ ജോസഫ് പാംപ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം, ഇതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? മതപരിവർത്തന നിയമം ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 11 സംസ്ഥാനങ്ങളിലാണല്ലോ ഉള്ളത്, പിൻവലിക്കണം, അത് റദ്ദ് ചെയ്യണം എന്നാണല്ലോ നിങ്ങളുടെ ആവശ്യം. ഇതിനിടയ്ക്ക് ഈ ആവശ്യം കൊണ്ടുവരുന്നത് എന്തിനാണ്? അദ്ദേഹത്തോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, വെള്ളം അങ്ങ് വാങ്ങി വെച്ചില്ലെങ്കിൽ ഈ വെള്ളമെല്ലാം ആവിയായി പോകുമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഭീഷണിയുടെ സ്വരമൊന്നുമല്ല. ഇത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഭരണഘടനയാണ് പ്രധാനം, അല്ലാതെ മതാധിപത്യമല്ല. ഭൂരിപക്ഷത്തിന് തോന്നുന്ന പോലെ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ കോടതികളും ഒക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ആ ഭീഷണിയുടെ സ്വരം അങ്ങോട്ടും വാങ്ങി വെച്ചാൽ മതി. അങ്ങനെ ആവിയാക്കി കളയാമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്നവരാണ്. ഇവര് ഈ പറയുന്നവര് മതപരിവർത്തനത്തിന്, നിർബന്ധിത മതപരിവർത്തനത്തിന് ഞങ്ങളും എതിരാണ്. അതിനുവേണ്ടി ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഒരാൾ സ്വതന്ത്ര മനസ്സോടെ ഞാൻ ചോദിക്കട്ടെ, എത്രയോ ക്രിസ്ത്യാനികള് ഹിന്ദുക്കളായി മാറിയിട്ടുണ്ട് ഇവിടെയും വിദേശത്തും. അതിനെതിരെ ഞങ്ങളാരും പറയുന്നില്ലല്ലോ. ഒരു മനുഷ്യന് അവന്റെ ബോധ്യം അനുസരിച്ച് ഏത് മതത്തിലും വിശ്വസിക്കാം. അത് ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ മതത്തിലെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാം, അത് പ്രചരിപ്പിക്കാം. അല്ലെങ്കിൽ ഈ 25-ാം ആർട്ടിക്കിളിന് എന്താണ് അർത്ഥമെന്ന് ഇദ്ദേഹം പറഞ്ഞു തരട്ടെ. ഇത് ഹൈന്ദവ സംസ്കാരം, ഹിന്ദു ഐക്യവേദി പറയുന്നത് പ്രചരിപ്പിക്കാനാണ് ആർട്ടിക്കിൾ അനുവദിച്ചിരിക്കുന്നത്, ഭരണഘടന അനുവദിച്ചിരിക്കുന്നത്, മതം മാറ്റാനല്ല. മതം മാറ്റുന്ന നിർബന്ധിത മതം മാറ്റലിന് ഞങ്ങൾ അനുകൂലമല്ല. ആരാ പറഞ്ഞത് അങ്ങനെ മതം മാറ്റാന്? ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ മതത്തിൽ എനിക്ക് വിശ്വാസം തോന്നിയാൽ അത് എനിക്ക് സ്വതന്ത്രമായിട്ട് മാറാം. പിന്നെ ഇതൊരു മറ്റുള്ളവരെ കൊടുക്കാനുള്ള ഒരു കെണിയാക്കി വെക്കുന്നതൊക്കെ മനസ്സിലാകാത്ത മനുഷ്യരല്ല ഇവിടെ ഉള്ളത്. അതൊന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ ഭീഷണിപ്പെടുത്തണ്ട. ആത്യന്തികമായിട്ട് സത്യമേ വിജയിക്കുള്ളൂ. അവർക്ക് ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാം, ഉന്മൂലനം ചെയ്യാം. പക്ഷേ സത്യം സനാതനമാണ്, അതിവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഇവരുടെ ഈ മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിന് വേണ്ടിയുള്ളതാണല്ലോ. അതിനാണല്ലോ എല്ലാവരും എതിരെ. അപ്പോൾ ഈ 11 സംസ്ഥാനങ്ങളിൽ ആ നിയമമേ വേണ്ട എന്ന് കത്തോലിക്ക സഭ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതെ, നിർബന്ധിത മതപരിവർത്തനത്തിന് ഞങ്ങളും അനുകൂലിക്കുന്നില്ല. നിർബന്ധിത ആരെയും കെണിയിൽപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ ഒന്നും മതപരിവർത്തനം നടത്തുന്ന കാര്യമില്ല. എന്തിനാണ് ഈ മതം നമ്മൾ ജീവിക്കുന്നത്? ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നത് എന്തിനാണ്? ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് മതം ആത്യന്തികമായിട്ട്. മതം എന്ന് പറയുന്നത് വെറും ഒരു സംഘടനയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മറ്റുള്ളവരെ വെറുക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട കുഷ്ഠരോഗികളെ ഈ പറഞ്ഞ സിസ്റ്റർമാർ ശുശ്രൂഷിക്കുന്നത്? അവിടെ ഇവർക്ക് വേണ്ടാത്ത ആളുകളെയാണ് ഇവർ ശുശ്രൂഷിക്കുന്നത്. അവരുടെ കുടുംബത്തിൽ നിന്ന് അവര് പുറത്ത് ഭ്രഷ്ട് കൽപ്പിച്ച് അകറ്റി നിർത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവർ ഒരിക്കലും കൊണ്ടുവരാതെ അടിമ പണിയെടുപ്പിക്കുന്ന ആളുകളെ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ആതുര സേവനം കൊടുത്ത് അവർ ശുശ്രൂഷിക്കുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ദൈവം ഒരിക്കലും ഒരാളെയും കൊല്ലാനല്ല പറയുന്നത്, സ്നേഹിക്കാനാണ് പറയുന്നത്. എന്നൊക്കെ പറയുന്ന ഒരു ഭീഷണിയുടെ സ്വരമാണല്ലോ. അത് കത്തോലിക്ക സഭയോട് വേണ്ടെന്നാണ് ഫാദർ ഫിലിപ്പ് കബീൽ, അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സത്യമേ ഈ ക്രൈസ്തവ സഭ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തി പ്രകടനങ്ങളൊക്കെ ആരെ ഭീഷണിപ്പെടുത്താനാണ്? ക്ലിമിസ് ബാവയും പാംപ്ലാനി ബിഷപ്പും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ഭീഷണിയുടെ ഭാഷയല്ലേ? ആ ഭാഷയ്ക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ പിതാവിന് ഈ അച്ഛനതെ കുറിച്ച് അറിയില്ലേ? മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ ഈ മതപരിവർത്തന നിരോധനം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു?
എന്തിന് നമ്മുടെ കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ മതപരിവർത്തന നിരോധനം കൊണ്ടുവരണം എന്ന് പ്രമേയം പോലും ആവശ്യപ്പെട്ടത്? ആ ചരിത്രം ഈ അച്ഛൻ അറിയാമോ? അല്ല, ആ മതപരിവർത്തന നിരോധന നിയമം